പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വിദൂര സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും മുഖാമുഖം നേരിട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഓരോ വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ വലിയൊരു ആനന്ദമാണ്. പൗലോസ്ലീഹ പറയുന്ന പോലെ വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലിച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മ നമ്മളോട് കൂടെയുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന ആശീർവാദം നമ്മളോട് കൂടെയുണ്ട്. ഈ ടോക്കിന് മുമ്പ് അച്ഛൻ്റെ ഒരു ആശീർവാദമൊക്കെ സ്വീകരിച്ചിട്ടാണ് ഞാനും അച്ഛൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ടോക്ക് എടുക്കാൻ വേണ്ടി വന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളൊക്കെ വചന ശുശ്രൂഷയ്ക്ക് റെഡി ആയിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് തന്നെ സഹായം അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈശോ പറഞ്ഞതുപോലെ ഉപ്പിന് ഉറകട്ട് പോകുന്ന സാഹചര്യങ്ങൾ വരാം. കർത്താവ് തന്നെ വെളിപ്പെടുത്തി ഉറകട്ട് പോയി ഉപ്പിന് എങ്ങനെയാണ് ഉറ കൂട്ടുന്നത്? പരിശുദ്ധാത്മാവിനാൽ, അഗ്നിയാൽ എല്ലാവരും ഉറ കൂട്ടപ്പെടും. ഈ സമയത്ത് ഒരു പക്ഷേ കുറച്ച് നാളുകളായി പ്രാർത്ഥന ജീവിതം ഒന്ന് തണുത്തുറഞ്ഞു പോയി, വചനവായനയിൽ കുറച്ച് തീക്ഷ്ണത കുറഞ്ഞു, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഭക്തി കാര്യങ്ങളിൽ ഒരു കുറവ് വന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിഷമിക്കരുത്. വീണ്ടും ശക്തി പ്രാപിക്കണം, വീണ്ടും ശക്തി പ്രാപിക്കണം, വീണ്ടും കൃപയിലേക്ക് വരണം. ഒരു പാപത്തിൽ വീഴ്ചയുണ്ടായി, ചില ഉറകെട്ട് പോയി, വിഷമിക്കരുത്. വീണ്ടും പരിശുദ്ധാത്മ സഹായത്താൽ ശക്തി പ്രാപിക്കണം. ഹോസിയ പ്രവചനത്തിൽ 12:6 വചനം പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എളിമപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവെ ഒന്നുകൂടി ഉണർവ് പ്രാപിക്കാൻ, ഒന്നുകൂടി ശക്തി പ്രാപിക്കാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 ഓരോ ജീവിതങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഉറകട്ട് പോയ ഉപ്പിനെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഉറ കൂട്ടണമേ. ഓ കർത്താവേ, പലതരത്തിലും മരവിച്ചു പോയ ജീവിതങ്ങളെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, കൃപകളും വരങ്ങളും ഞങ്ങളുടെ മേൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തള്ളിക്കളയരുതേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവിലെ ഞങ്ങളെ പരിപാലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. പാടി പാടി പ്രാർത്ഥിക്കുന്ന ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമാ ആത്മാവേ വരണേ. കൈകളടിച്ച് ഉറകിട്ടു പോയ ഉപ്പായെന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമാ ആത്മാവേ വരണേ. ഉറകിട്ടു പോയ ഉപ്പായെന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കും, എന്റെ കുറവുകളെല്ലാം നിറവാക്കും. ആത്മാവേ, ആത്മാവേ, റൂഹായേ, എന്നിൽ
ചങ്ക് തുറന്ന് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും അവിടുന്ന് ഇടപെടണമേ പരിശുദ്ധാത്മാവേ. ജീവിതത്തിന്റെ ഓരോ വഴി യാത്രകളിലും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളോട് മന്ത്രിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ. വഴിതെറ്റി പോകാതെ ഓരോ സാഹചര്യങ്ങളും ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ശക്തിപ്പെടുത്തണമേ. ആത്മാവെന്നെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. ആത്മാവെന്നെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. കാറ്റിലുലയും വില പോലെ ആത്മാവിശക്തിയിലുണരാം. കാറ്റിലുലയും വില പോലെ ആത്മാവിശക്തിയിലുണരാം. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. 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 ഒരു മനസ്സോടെ ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ ഹല്ലേലൂയ 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 ഹല 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 ഹല. അതിരെ നന്നായി തുറക്കട്ടെ, അതിരെ നന്നായി തുറക്കട്ടെ, സ്വരം നന്നായി ഉയർത്തട്ടെ. അതിരവ് ഹൃദയം തുറക്കുന്നിടത്ത് സ്വർഗം തുറക്കപ്പെടും. അതിരവ് ഹൃദയം തുറക്കുന്നിടത്ത് സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ഹല 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 ഹല. ഓ ഹല 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 ഹല. ഓ കർത്താവേ, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സേവക വന്ദനത്തിന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചിട്ട് ഓരോ കുടുംബത്തിന്റെ കെട്ടുകളും ചങ്ങലകളും പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ചിന്തവിധമാകട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, കുടുംബങ്ങളിൽ ചലിക്കുന്ന ദുഷ്ടാത്മ പീഡകൾ, പൈശാചിക പീഡകൾ, രോഗപീഡകൾ, തടസ്സങ്ങൾ, കെട്ടുകൾ, ആധിപത്യങ്ങൾ, ദുർദർശങ്ങൾ ഈശോയുടെ നാമത്തിന്റെ അത്ഭുതത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ, അഭിഷേകം നിറയട്ടെ, വചനം വരട്ടെ, ശാന്തം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവ്. ഓരോ വ്യക്തികളെ ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം സ്പർശിക്കണമേ. രോഗികളുടെ മേൽ കരുണയോടെ കരം നീട്ടണമേ. മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ അഭിഷേകത്തോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുതപിക്കുന്നവരെ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. റോമ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 28-ാമത്തെ തിരുവചനം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഒരുപാട് തവണ നമ്മൾ വായിച്ചിട്ടുള്ളതും ഒരുപാട് പ്രഘോഷണ വേദികളിൽ നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതുമായ വചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, കാണാതെ പറയാൻ പറ്റും, കുട്ടികൾക്കാണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലതും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ പൗലോസ്ലീഹ വലിയ സ്വാതന്ത്ര്യത്തോടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഒരു കോൺഫിഡൻസ് നൽകുന്ന, ഒരു പ്രത്യാശ നൽകുന്ന, ഉറപ്പ് നൽകുന്ന ഒരു വചനമാണിത്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം നമുക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടും, സംശയം വേണ്ട എന്ന് മാറ്റമില്ലാത്ത വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. അതിനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, രണ്ടാമത്തേത് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിൽ ഇനി ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഒരു പക്ഷേ ജീവിതത്തിൽ ഇനി ഒരു വഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയിലിരുന്ന് ഒരു പക്ഷേ വചനം കേൾക്കുന്ന ചിലരുണ്ടാവും. ഒരു പക്ഷേ ഒരുപാട് നിരാശപ്പെട്ട അവസ്ഥയോടുകൂടി ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ഏതവസ്ഥയിലാണെങ്കിലും ശരി, സഹനത്തിൻ്റെ നടുവിലാണെങ്കിലും തകർച്ചയുടെ നടുവിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ശരിക്കും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരും. പൂർവ്വ ജോസഫിന് തിന്മയ്ക്ക് കാരണമാകത്തക്ക ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങൾ ചെയ്തെങ്കിലും ദൈവം ഒരു സമയം കഴിഞ്ഞപ്പോൾ അതെല്ലാം ഈ നന്മയ്ക്കായി പരിണമിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിന് രണ്ട് കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുക. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരാകണം. നമുക്ക് ഈ വചനം കേൾക്കുന്നവരിൽ നാനാജാതി മനസ്സരുണ്ട്. എങ്കിലും കർത്താവ് നമ്മളെ വിളിച്ചു, പല ജീവിത അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. അങ്ങനെ വിളിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ധൈര്യമായിരിക്കുക. വചനം പാലിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഓരോ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതെങ്കിലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും പ്രിയപ്പെട്ട മകനെ, മകളെ, വചനം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. നന്മയെ വരൂ, നന്മയ്ക്കായി ദൈവം എല്ലാം മാറ്റിമറിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി ഒരുപാട് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച, കർത്താവിനെ സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം തന്നെ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ എല്ലാം കർത്താവ് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിന് 1-ാമത്തെ അർത്ഥമെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ, കൽപ്പനകൾ ലംഘിക്കാതെ, വചനം ലംഘിക്കാതെയാണ് ജീവിതത്തെ തീരുമാനമെടുത്ത് ബിസിനസ് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, കൃഷി ചെയ്യുമ്പോഴും, ഉപകാരം ചെയ്യുമ്പോഴും, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ വചനം നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈദ്യനാണ്.
ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും തടസ്സം വന്നാലും എന്ത് തരത്തിൽ അവസ്ഥയുടെ കടന്നു പോയാലും ഒരു സമയം കഴിയുമ്പോൾ സഹോദരങ്ങളെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ വചനങ്ങൾ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ആരാണ് ദൈവത്തെ സ്നേഹിക്കാത്തതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വചനം വെച്ച് ജീവിതത്തെ നോക്കി ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കണ്ട. ഒരു സമയം കഴിയുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ഇനി ഇങ്ങനെ വചനമൊക്കെ നോക്കി വചനമൊക്കെ പാലിച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളും ചെയ്തു പോകുമ്പോൾ അറിയാതെ ഒരു വീഴ്ച വന്നു പോയി എന്ന് കരുതുക, ഒരു പരാജയം സംഭവിച്ചു പോയെന്ന് കരുതുക, ഒരു വചനം ലംഘിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു പാപത്തിൽ വീണുമെന്ന് കരുതുക. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒന്ന് വിഷമിക്കരുത്. കാരണം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് അനുദപിക്കുക. കാരണം എന്താണെന്നറിയാവോ? അനുദപിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാനുള്ള മറ്റൊരു മാർഗമായിട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പാപിനിയായ സ്ത്രീയുണ്ട്. ഈ പാപിനിയായ സ്ത്രീ കർത്താവിന്റെ പാദാതികത്തിൽ പോയിരുന്ന് കുറേ നേരം അവൾ അവരുടെ പാപത്തെക്കുറിച്ച് അനുദപിച്ചു. അങ്ങനെ അനുദപിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അവളെ നോക്കി ഒരു വചനം പറഞ്ഞു. 7:47 അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ മറ്റാരെക്കാൾ ഇവൾ അധികം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഈ പാവനിയായ സ്ത്രീ ഈശോനെ സ്നേഹിക്കാൻ എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞോ? എനിക്ക് യേശുവിനെ സ്നേഹമാണെന്ന് പറഞ്ഞോ? ഒന്നും ചെയ്തില്ല. പക്ഷേ അവൾ അവിടെ പാപത്തെക്കുറിച്ച് നന്നായിട്ട് അനുദപിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇവൾ മറ്റാരെക്കാൾ അത് എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വചനത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാലോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വചനമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ബലഹീനത കൊണ്ട്, ഒരു കുറവ് കൊണ്ട്, ഒരു പോരായ്മ കൊണ്ട്, ഒരു പാപത്തിൽ വീണുപോയി. വിഷമിക്കരുത്. പെട്ടെന്ന് അനുദപിച്ചു, പെട്ടെന്ന് കുമ്പസാരിച്ചു. അതും എന്ത് തന്നെയാണ്? ദൈവത്തെ സ്നേഹിക്കലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ ദൈവം അതുപോലെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തും. കാരണം ബൈബിളിൽ അനുദപിച്ച് കരയുന്നവരെ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ആരൊക്കെ പാപത്തെ ഓർത്ത് അനുദപിച്ച് കരഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചുയർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ അനുദപിക്കുന്നവരെ പാപം ക്ഷമിക്കുമെന്നല്ല പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യമില്ല, അത് ഉറപ്പാണ്, സംശയം വേണ്ട. അനുദപിക്കുന്നവരുടെ പാപം ദൈവം ക്ഷമിക്കും. ഞാൻ ഒരു ഡിഗ്രി കൂടെ കൂട്ടി പറയുകയാണ്, അനുദപിച്ച് കരയുന്നവരുടെ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവരെ അനുഗ്രഹിച്ചുയർത്തുകയും കൂടെ ചെയ്യുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, അങ്ങനത്തെ ഉദാഹരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ അനുദപിച്ച് കഴിയുമ്പോൾ അയാൾ ചെയ്ത പാപം വരുത്തിയ തകർച്ചകൾ പോലും കർത്താവ് എടുത്തു മാറ്റിയിട്ട് ആ വ്യക്തി അനുഗ്രഹിച്ചുയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ആദ്യത്തെ ഉദാഹരണം ബൈബിളിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ കായേനാണ്. കായേൻ. എന്താ കായേന്റെ പ്രത്യേകത? കായേന്റെ ജീവിതത്തിൽ ഒരു വഴിവിട്ട വഴിയിലൂടെ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ ഹാബേലിന്റെ രക്തം വീണ് ഭൂമി കുതിർന്ന് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് രക്തം വീണ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കായേൻ അനുതാപം കിട്ടി. ചെയ്തത് ശരിയായില്ല, വലിയ പ്രത്യാഘാതങ്ങൾ വരും. ഉടനെ കായേൻ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കായേൻ പൊട്ടിക്കരഞ്ഞ് അനുദപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രക്തം വീണ് കുതിർന്ന മണ്ണിലേക്ക് കായേന്റെ കണ്ണിൽ നിന്ന് അനുതാപ കണ്ണുനീര് ഭൂമിയിൽ വീണ്, അനുതാപ കണ്ണുനീർ ഭൂമിയിൽ വീണ സെക്കൻഡിൽ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് കായേന്റെ നെറ്റിയിൽ ഒരു അടയാളം പതിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, കായേൻ ഇനി ആരും നിന്നെ ഉപദ്രവിക്കില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? കായേന്റെ വംശത്തെ കർത്താവ് അനുഗ്രഹിച്ചു എന്നാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അനുതപിച്ച് കരയുന്നവന്റെ കുടുംബത്തെയും വംശത്തെയും അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. അടുത്ത ഉദാഹരണം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. അത് ബൈബിളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ രാജാവായ ദാവീദ് രാജാവാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദാവീദിനെ പോലെ കരഞ്ഞ് അനുദപിച്ചിട്ടുള്ള ഒരു രാജാവില്ല. എന്ത് കരച്ചില്ല ദാവീദ് കരഞ്ഞത്! കരുണ തോന്നണം, ഹിസോപ്പ് കൊണ്ട് കഴുകണം, തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത്, വാവിട്ട് കരഞ്ഞ് അനുദപിച്ചു. എന്നാ സംഭവിച്ചത്? ദാവീദിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, ദാവീദിന്റെ വംശത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ദാവീദിന്റെ വംശത്തിൽ നിന്നല്ലേ യേശുക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചത്. സോളമന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ദാവീദിനെ ഓർത്തല്ലേ സോളമനെ കർത്താവ് അനുഗ്രഹിച്ചത്. Praise the Lord. Praise the Lord. അനുദപിച്ചാൽ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. വീണ്ടും നമുക്ക് പരിചിതമായ അടുത്ത ഉദാഹരണം നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് നമ്മുടെ പത്രോസ്ലീഹായാണ്. എന്താ സംഭവിച്ചത്? ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പത്രോസ്ലീഹ പരസ്യമായിട്ട് കർത്താവിനെ തള്ളി പറഞ്ഞു. ഞാൻ അവനെ അറിയുകയില്ല. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹയ്ക്ക് വലിയ അനുതാപം കിട്ടി. അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു എന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. മനം നൊന്ത് കരഞ്ഞു. എന്താണ് സംഭവിച്ചത്? പത്രോസിന്റെ അനുതാപ കണ്ണുനീർ ഭൂമിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ തള്ളി പറഞ്ഞ പത്രോസിനെ തന്നെ കർത്താവ് ആദ്യത്തെ മാർപ്പാപ്പയാക്കി ഉയർത്തിയില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. Hallelujah. വചനം പാലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ഒരു വീഴ്ച വന്ന് അതിനെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നന്മയ്ക്കാക്കി മാറ്റും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അടുത്ത ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ. എന്താണ് അവളുടെ പ്രത്യേകത? ഒരു കാലത്ത് തൻ്റെ ശരീരത്തിലേക്ക് അനേകം പേരെ വലിച്ചടിപ്പിച്ച് പാപത്തിലേക്ക് വീഴ്ച നശിപ്പിച്ച പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? അവൾ അവളുടെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അവളെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകയാക്കി ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല. ഫസ്റ്റ് വുമൺ ഇവാഞ്ചലിസ്റ്റ്. ചിന്തിച്ചു നോക്ക്. Praise the Lord. Praise the Lord. അടുത്ത ഉദാഹരണം ബൈബിളിൽ തന്നെ മഗ്ദലന മറിയം. എന്താ മഗ്ദലന മറിയത്തിന്റെ പ്രത്യേകത? 7 പിശാചുക്കളെ അവിടെ നിന്ന് പുറത്താക്കി എന്ന് സുവിശേഷകൻ സാക്ഷിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, എന്നിട്ടും ഉത്യതനായ ഈശോ മിശിഹ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? മഗ്ദലന മറിയത്തിനല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുതാപം പൂർണ്ണമാണെങ്കിൽ ഉദ്ധിതൻ നമുക്ക് പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. Hallelujah. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അടുത്ത ഉദാഹരണം ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ ധൂർത്തപുത്രൻ. ഒരു കാലത്തിട്ട് അപ്പന്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് പന്നികളുടെ ഇടയിൽ കിടന്ന് വിരകി വാരി ഒരു പ്രത്യേക അവസ്ഥകളിലേക്ക് ചാടി. അവിടെ കിടന്ന പാപത്തെക്കുറിച്ച് അനുദപിച്ച് കരഞ്ഞു. പിതാവെന്ന് വിളിക്കുക യോഗ്യനല്ല. അനുദപിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പാപം ധൂർത്തപുത്രന് നഷ്ടപ്പെടുത്തിയതെല്ലാം ദൈവം അവൻ അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ ദൈവം ഇരട്ടിയാക്കി കൊടുത്തു. ഹല്ലേലൂയ. Hallelujah. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അതിന് 15-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. കടന്നു പോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വചനം പാലിക്കുന്നതിനിടയിൽ ചില വീഴ്ചകൾ സംഭവിച്ചു പോയി, ചില പാപത്തിൽ വീണുപോയി, ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവം ഒരു സമയം കഴിയുമ്പോൾ എല്ലാം തിരിച്ചു കൊണ്ടുവരും അനുദപിച്ചാൽ. ജോയൽ പ്രവചനത്തിൽ 2:22 വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: കമ്പിളിപ്പുഴു, വെട്ടുക്കിളി, വിട്ടിൽ എന്നിവ തിന്ന് നശിപ്പിച്ചതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഒരേപോലെ കിടക്കുകയാണ്. അനുദപിക്കുന്നതിന് പാപം ക്ഷമിക്കുക മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ പാപം ഉണ്ടാക്കിയ തകർച്ചയും കൂടെ മാറ്റിക്കളഞ്ഞിട്ട് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പാപക്ഷമയുടെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ പൂജിക്കുക. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇതാണ് പഠിപ്പിക്കുന്നത്. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8:24 വചനം പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. അതുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. എന്നിട്ട് 2-ാമത്തെ പടി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക.
യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ നീതിമാനാകയാൽ കരുണാഭാരതയായാൽ പാപങ്ങൾ ഏറ്റുപറയുന്നതിനാൽ അവൻ അതെല്ലാം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ കർത്താവ് തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനത്തിന്റെ ഉള്ളിൽ ദൈവം വലിയൊരു ഉൾപ്പുരൽ ഉൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒന്നും ഭയപ്പെടേണ്ട. രണ്ടാമത്തെ കാര്യം, അങ്ങനെ കൽപ്പനകൾ പാലിച്ച് പോകുന്നതിനിടയിൽ വീഴ്ച വന്നുപോയി, വിഷമിക്കരുത്, പെട്ടെന്ന് അനുദപിക്കുക. കാരണം അനുദപിക്കലും ദൈവത്തെ സ്നേഹിക്കലാണ്. അങ്ങനെ അനുദപിച്ചു കഴിഞ്ഞാൽ ഈ പാപം വരുത്തിയ തകർച്ചയും കൂടെ കർത്താവ് മാറ്റും എന്ന് മാത്രമല്ല, ആ വ്യക്തികളെയും ആ കുടുംബങ്ങളെയും ആ പ്രസ്ഥാനങ്ങളെയും ദൈവം വീണ്ടും അനുഗ്രഹിച്ച് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധന സമയത്ത് ഈ ആഴമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഒപ്പം തന്നെ ഈ ആരാധന സമയത്ത് വന്നുപോയ വീഴ്ചകളെ ഓർത്ത് നന്നായിട്ട് അനുദപിക്കാൻ കർത്താവ് കൃപ തരട്ടെ. കരുണാവാരധിയായ കർത്താവിൻ്റെ മുൻപിൽ എളിമയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ഹോസിയ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു, ദൈവസഹായത്തോടെ തിരിച്ചു വരിക. പാപം ചെയ്യാൻ നമുക്കാരുടെയും സഹായം ആവശ്യമില്ല. എന്നാൽ തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ സഹായം വേണം. സഹായകൻ പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഒരാളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമാകുന്നതിൻ്റെ ആദ്യത്തെ ഒരടയാളം അനുദപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമയത്ത് മനസ്സ് തുറന്ന് നന്നായിട്ട് അനുദപിക്കാം. ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന വീഴ്ചകളെല്ലാം ഓർത്ത് നന്നായിട്ട് അനുദപിച്ച് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാം. അനുദപിച്ച് കുമ്പസാരിക്കുന്നവൻ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമാണല്ലോ ബൈബിളിലെ ദൈവം. കരങ്ങൾ തുറന്ന് ഉള്ളൊരുകി പാടി പ്രാർത്ഥിക്കുന്നു. അനുദപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുദപിക്കാൻ കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. കഠിനമായ പോയ ഹൃദയങ്ങൾ ഇപ്പോൾ മാംസളമായി മാറട്ടെ. നാളുകളെ പിശാച് ബന്ധിച്ചിരിക്കുന്ന വ്യക്തികളെ